അപ്പോൾ നമ്മൾ സീൻ 103 സീൻ 103 എടുക്കുന്നത്. ഓക്കെ, അതായത് അവിടുത്തെ ഒരു ബാങ്ക് പൊട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ കേരളത്തിൽ ചെറിയ ചില തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ ഇവിടെ ഒരു ഫീൽഡിലും മാഫിയ ഇല്ല. അപ്പോൾ രമേശൻ പറഞ്ഞു ഉണ്ട് സർ. കേരളത്തിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകൾക്കും പുറകിൽ ഓരോരോ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയവ മാഫിയ, ഭിക്ഷാടന മാഫിയ, ഗുണ്ട മാഫിയ, ചാരിറ്റി മാഫിയ, കള്ളക്കടത്ത് മാഫിയ, കള്ളനോട്ട് മാഫിയ, കഞ്ചാവ് മാഫിയ, കരിങ്കൽ കോറി മാഫിയ, ലഹരി മാഫിയ, ലോട്ടറി മാഫിയ, സിനിമ മാഫിയ, പെൺവാണിഭ മാഫിയ. എന്നാൽ ഈ മാഫിയകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ മാഫിയകളെയൊക്കെ ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു മാഫിയ ഉണ്ട്. അതാണ് രാഷ്ട്രീയ മാഫിയ. അവർ നൽകുന്ന ധൈര്യത്തിലും അവർ നൽകുന്ന പ്രൊട്ടക്ഷനിലുമാണ് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതാണ് സത്യം, ഇത് മാത്രമാണ് സത്യം. സർ, കേരളത്തിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകൾക്കും പുറകിൽ ഓരോ തരം മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയവ മാഫിയ, ഭിക്ഷാടന മാഫിയ, ചാരിറ്റി മാഫിയ, ഗുണ്ട മാഫിയ, കള്ളക്കടത്ത് മാഫിയ, കള്ളനോട്ട് മാഫിയ, കഞ്ചാവ് മാഫിയ, കരിങ്കൽ കോറി മാഫിയ, ലഹരി മാഫിയ, ലോട്ടറി മാഫിയ, സിനിമ മാഫിയ, പെൺവാണിഭ മാഫിയ. എന്നാൽ ഈ മാഫിയകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവരെയൊക്കെ ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്ന മറ്റൊരു മാഫിയുണ്ട്. അതാണ് രാഷ്ട്രീയ മാഫിയ. അവർ നൽകുന്ന ധൈര്യത്തിലും നിങ്ങൾ നൽകുന്ന പ്രൊട്ടക്ഷനിലുമാണ് ഈ മാഫിയകളെല്ലാം സംരക്ഷിക്കപ്പെടുന്നത്. ഇതാണ് സത്യം. ഇത് ഞങ്ങളെ എതിർത്ത് ഒരുത്തനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേരളം ആരുടെയും തന്തയുടെ വകയല്ല. നഷ്ടപ്പെട്ട പണം മുഴുവൻ ഞങ്ങൾ തിരിച്ചു പിടിക്കും. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നഷ്ടപ്പെട്ട പണം ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കൂട്ടൻ അദ്ദേഹം ഇനി കോടതിയിൽ ഞങ്ങൾക്ക് ഇനി കോടതി നടന്നില്ല എങ്ങനെ പോകും? ഇനി കോടതിയിൽ ഞങ്ങൾക്ക് ന്യായം കിട്ടി. ബാങ്കിന്റെ കാര്യത്തിലെന്നല്ല, ബാങ്കിന്റെ കാര്യത്തിലെന്നല്ല, ഈ ലോകത്ത് എന്ത് പ്രശ്നം വന്നാലും, വാദിയുടെയും പ്രതിയുടെയും ജാതി, രാഷ്ട്രീയം നോക്കി ഇടപെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സേവ്യർ ഭായി പറഞ്ഞു, അതെ, ഒരു പെൺകുട്ടിയെ കുറെ പേര് പീഡിപ്പിച്ച കേസായിരുന്നു, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസായിരുന്നു, ആൾക്കൂട്ട കൊലപാതകം, അതിന് നമ്മുടെ പാർട്ടിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ നോക്കട്ടെ. നമ്മൾ തന്നെ നമ്മുടെ അണികൾക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റൂ. വിനീശ്വരൻ, അതെ, പിന്നെ ഞങ്ങളൊക്കെ മാങ്ങ പറിക്കാനൊന്നുമല്ല പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ചില്ലറ ഞങ്ങൾക്ക് കിട്ടണ്ടേ? പറഞ്ഞു. അതെ, ഞങ്ങളൊക്കെ മാങ്ങ പറിക്കാനല്ല പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ചില്ലറ കിട്ടണ്ടേ? നിനക്കൊക്കെ വേണ്ട കൂടുതൽ ആളുകൾ. ഇപ്പൊ മക്കള് നടന്നാട്ടെ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മൾ ഇവര് പോകുന്ന സമയത്ത് ഈ സൈഡിലുള്ളവർക്ക് ഇവൻ കോടതിയിൽ പ്രശ്നം ഉണ്ടാക്കുക.